പൂരം വെടിക്കെട്ട് നടത്തണമെന്ന പാറമേക്കാവ് ദേവസ്വം സാമ്പിൾ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. പൂരത്തിന്റെ പുലർച്ചെ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും മുറ പോലെ നടത്തണം. ഇതാണ് ഇന്നലെ യോഗത്തിലുണ്ടായ വികാരമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞു. അതേസമയം പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം രാവിലെ 10:30 ചേരും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോൾ ഈ ഒരു വെടിക്കെട്ട് വേണം അല്ലെങ്കിൽ പൂരം വെടിക്കെട്ട് നടത്തണം എന്ന ഒരു തീരുമാനത്തിലാണ് പാറമേക്കാവ് ദേവസ്വം എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പൂരം നടത്തുക എന്നുള്ളതാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത്. പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഇത് യോഗത്തിൽ അറിയിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ആ മെയിൻ വെടിക്കെട്ടും പകൽപൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. ഇന്നലെ മീഡിയയിലൊക്കെ വന്നു, ഇങ്ങനെ ഞങ്ങളുടെ ലൈസൻസിനെ കൂടുതൽ സാമഗ്രികളുള്ള കാരണം അയാളുടെ ഗോഡൗൺ സീൽ ചെയ്യുകയും അയാളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. അതിൽ നിന്നും പാലക്കാട് കളക്ടറും പാലക്കാട് കമ്മീഷണറും പിന്മാറണം. എന്തുകൊണ്ടെന്നാൽ എസ്ഒൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ലൈസൻസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള തീർത്തും നിയമപ്രകാരമാണ് ചെയ്തത്. അപ്പോൾ അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർത്തും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് കളക്ടർ ഒന്ന് പിന്മാറണം. ഏറ്റവും കൂടുതൽ റിച്വൽസ് ഉള്ളത് പാറമേക്കാവിനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ എളഞ്ഞിത്തറ അല്ലെങ്കിൽ എളഞ്ഞിച്ചോട്ടിലാണ്. അവിടെ വന്ന് ഇരുന്ന് താളം പിടിച്ചു എന്നുള്ളതാണ് സങ്കല്പം. അതിൻ്റെ ഐതിഹ്യമുണ്ടും അതിന് കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ തൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് പോകുമ്പോൾ എല്ലാവിധ പ്രൗഢിയോടുകൂടി പോകണം എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ 15 ആനപ്പുറത്താണ് പാറമേക്കാവ് ഭഗവതി നമ്മുടെ മൂലസ്ഥാനത്തേക്ക് പോകുക. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് പാറമേക്കാവ് ദേവസ്വം. പൂരം വെടിക്കെട്ട് നടത്തണം എന്നതാണ് ദേവസ്വത്തിന്റെ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും പാറമേക്കാവ് ദേവസ്വം ഇപ്പോൾ അവരുടെ നിലപാട് പറയുകയാണ്. വെടിക്കെട്ട് വേണം എന്നുള്ളതാണ്. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, മറിച്ച് പ്രധാന വെടിക്കെട്ട്, അതായത് ഈ പൂരത്തിന്റെ പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ടും അതുപോലെ തന്നെ പകൽപൂരത്തിന്റെ അന്നുള്ള വെടിക്കെട്ടും നടത്തണം എന്നുള്ളതാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷാണ് സംസാരിച്ചത്. ഇന്നലെ ഈ പാറമേക്കാവ് ദേവസ്വത്തിന്റെ യോഗം ചേർന്നിരുന്നു. അവിടെ ഉയർന്ന വികാരം എന്ന് പറയുന്നത് വെടിക്കെട്ട് നടത്തണം എന്നുള്ളതാണ്. സാമ്പിൾ വെടിക്കെട്ട് നടത്തേണ്ട, പകരം ഈ 2 വെടിക്കെട്ടും നടത്തണം എന്നുള്ളത് തന്നെയാണ് നിലപാട് എന്നുള്ളതാണ് പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കുന്നത്. ഈ നിലപാട് ഇന്ന് നടക്കുന്ന യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും. വെടിക്കെട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുകൂടി പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്താം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അങ്ങനെയാണ് ഇന്നലെ വാർത്തകളൊക്കെ അവർ പറയുകയും ചെയ്തത്. ഏതായാലും വെടിക്കെട്ട് വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് നിലപാട് അറിയിക്കും. അതേസമയം തിരുവമ്പാടി ദേവസ്വം പറയുന്നത് വെടിക്കെട്ട് ഒഴിവാക്കി അതിൻ്റെ മറ്റ് ചടങ്ങുകളെല്ലാം നടത്താം. എങ്ങനെയാണോ 25-നും 26-നും സാധാരണ നിലയിൽ ദിനങ്ങളിൽ പൂരം നടക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ പ്രൗഢിയോടും കൂടി പൂരം നടത്തണം എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ആവശ്യം എന്ന് പറയുന്നത്. ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ യോഗത്തിൽ ഏതു തരത്തിലുള്ള നിലപാട് തിരുവമ്പാടി ദേവസ്വം സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും സർക്കാർ ഈ എല്ലാ ദേവസ്വങ്ങളെയും കേട്ട ശേഷമായിരിക്കും തീരുമാനം എടുക്കുക. സ്വാഭാവികമായും ദേവസ്വങ്ങളുടെ തീരുമാനത്തിനൊപ്പം തന്നെയായിരിക്കും നിൽക്കുക എന്നുള്ളതാണ്. ഏതായാലും പൂരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല, അല്ലെങ്കിൽ പൂരം നടത്തിപ്പ് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. പൂരം എല്ലാ പ്രൗഢിയോടും കൂടി സാധാരണ നിലയിൽ നടക്കുന്നത് പോലെ ഈ പൂര പുറപ്പാടുകളും അതുപോലെ തന്നെ ഇലഞ്ഞിത്രമേളവും മടത്തിൽ വരവും അതുപോലെ തന്നെ വൈകുന്നേരം കുടമാറ്റവും ഒക്കെ നടത്തണം എന്നുള്ള കാര്യത്തിൽ എല്ലാ ദേവസ്വങ്ങൾക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം അതിലുള്ളത്. ഏതായാലും പാറമേക്കാവ് ദേവസ്വം ഇപ്പോൾ വെടിക്കെട്ട് നടത്തണം എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഏതായാലും 10:30-ക്കാണ് ഇന്ന് ഈ സർക്കാർ വിളിച്ച യോഗം നടക്കുന്നത്. അതിൽ മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഈ ദേവസ്വങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമായിരിക്കും വെടിക്കെട്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കുക. പാറമേക്കാവിനെ സംബന്ധിച്ച് അവരുടെ വെടിക്കെട്ട് സാമഗ്രികൾ ഇത് ചെയ്യുന്നത് പാലക്കാടാണ്. അത് നിലവിൽ പൂട്ടിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. ഏതായാലും 10:30-ക്കാണ് യോഗം കളക്ടറേറ്റിൽ നടക്കുക.
ശരി, എന്തായാലും പൂരത്തിന് വെടിക്കെട്ട് നടത്തണമെന്ന നിലപാടിലാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ഉള്ളത്. സാമ്പിൾ ഒഴിവാക്കാമെന്നതാണ് പറഞ്ഞത്. പൂരത്തിന്റെ പുലർച്ചെ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും മുറ പോലെ നടക്കണം. ഇതാണ് ഇന്നലെ യോഗത്തിൽ ഉണ്ടായ വികാരമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞു. പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം രാവിലെ 10:30 ചേരും. ആന്റണി ഡിസ്ചാർജാണ് വിവരങ്ങൾ നൽകിയത്.